എടുത്ത് കഴിക്ക്. എനിക്കൊന്നും വേണ്ട, ചായ കുടിക്കാനല്ല ഞാൻ വന്നത്. കുറച്ച് കാര്യങ്ങൾ തീരുമാനം ഉണ്ടാക്കണം, എന്നിട്ട് പോണം, അത്രേ ഉള്ളൂ. ചേട്ടൻ അവിടെ നോക്കിയിരിക്കുന്നുണ്ട്. ചെന്നിട്ട് വേണം എനിക്ക് ഇവിടുത്തെ തീരുമാനം അറിഞ്ഞിട്ട് വേണം ചേട്ടന് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് ഞാൻ തീരുമാനിക്കാനായിട്ട്. അതന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളിങ്ങനെ പെട്ടെന്ന് ചോദിക്കാനും പറയാനും വന്നിട്ട് സ്വത്ത് ഭാഗം വെക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ഇതിനകത്ത് പറയാനായിട്ടാണ്? നിങ്ങൾ വല്ല എന്തെങ്കിലും ചെറിയ ചെറിയ പൈസയൊക്കെ ചോദിച്ചാണ് വന്നെങ്കിൽ ഞാൻ എന്നെ കൊണ്ട് പറ്റണത് ചെയ്യലുണ്ട്. ഇപ്പൊ പെട്ടെന്ന് വന്നിട്ട് ഇത്രയും വലിയ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അത് തീരുമാനമായില്ലെങ്കിൽ ശരിയാവൂലേ? ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് വന്നതല്ലേ. ഞങ്ങൾ അങ്ങനെ എപ്പോഴെപ്പോഴും വന്ന് ചോദിക്കണില്ലല്ലോ, ആദ്യമായിട്ടല്ലേ. അപ്പൊ അത് അതിൻ്റെതായ കാരണം ഉണ്ടാവും. എന്തായാലും ഞങ്ങൾക്ക് തരാനുള്ളത് തന്നെയല്ലേ, അല്ലാണ്ട് ഇതിപ്പോ ഞങ്ങൾ എന്തായിട്ടും ഇറക്കണ പോലെയാണല്ലോ. അച്ഛനോട് ചോദിക്കും, അച്ഛൻ പറയണത് എന്താണോ അത്. അച്ഛനൊന്നും മിണ്ടണില്ലല്ലോ. അമ്മ പറ, ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതിയല്ലോ. ഞങ്ങൾക്ക് ഇത് കിട്ടിയിട്ട് കുറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മ, ആ പോഴക്കടവിലുള്ള 6 സെന്റ് അതെന്റെ പേരിൽ ഇരുത്താൻ. അത് കിട്ടിയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേട്ടനാണെങ്കിൽ അവിടെ ഒരു എന്താണ് ഒരു തട്ടിക്കൂട്ട് ഒരു ബേക്കറി പോലെയൊക്കെ ഒരു കഫേയൊക്കെ പോലെ തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട്. അവിടെ ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ, അങ്ങനെ ഒരു പ്ലാന് കുറച്ച് ദിവസമായിട്ട് ഏട്ടനുണ്ട്. അപ്പോൾ അത് കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് അതെന്തെങ്കിലും വെച്ച് ചെയ്യാനായിട്ട്. അതെന്ത് വർത്താനാണ്? അതെനിക്ക് വേണം. ഞാനത് കണ്ടിട്ടാണ് അച്ഛൻ ഇത്രയും കഷ്ടപ്പെട്ട് വന്നത്. അത് 6 സെന്റ് ഉണ്ട്, അത് വിക്ക് മാത്രം കൊടുക്കാനാ. അതിന് ചേച്ചിയുടെ കിട്ടിയാൽ പുറത്തല്ലേ ഇത്. ആ പറമ്പിട്ട് ചേച്ചിക്ക് എന്ത് ചെയ്യാനായിട്ടാണ്? കൃഷി നടത്താനാ. ഒരു കാര്യമില്ല, ചേച്ചിക്ക് ഡെയിലി വീട് വാങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ തരും. എനിക്ക് 6 സെന്റ് കിട്ടിയേ പറ്റുള്ളൂ. അതിന് വേണ്ടി തന്നെയാണ് ഞാൻ വന്നത്. അത് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോളാം, ഞങ്ങൾ കൃഷി നടത്തിക്കോളാം. എന്തായാലും നിനക്ക് തരൂല. അത് ഇന്നൊന്നല്ല, കല്യാണം കഴിഞ്ഞാൽ മുമ്പേ ഞാൻ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് 6 സെന്റ് കിട്ടണം. അതിൽ കൊണ്ടു വെച്ച് നീ വരട്ടെ. അതെനിക്ക് അച്ഛനും അമ്മയും എനിക്കാ തരുള്ളൂ. ഞാനാണ് മൂത്ത മോള്, നീയല്ല. ഒന്നും മിണ്ടാതിരിക്കും രണ്ടെണ്ണവും. അടുത്തുള്ള വീട്ടിലേക്ക് ആൾക്കാർ കേൾക്കും. ഇത് നാണക്കേട്. വേഗം തീരുമാനം ഉണ്ടാക്ക്. എനിക്ക് 6 മണിക്ക് മുമ്പ് വീട്ടിൽ ചെല്ലാനുള്ളതാണ്. അവിടെ അച്ഛനും അമ്മയൊക്കെ കാത്തിരിക്കും. അല്ല, അതിന് മാത്രം ഇപ്പൊ എന്താണ് ഇപ്പൊ ഇത്ര വലിയ പ്രശ്നം? നിനക്കാണെങ്കിൽ വീട്ടിൽ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. പിന്നെ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ സ്വത്ത് ഭാഗം വെക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എന്ത് ചെയ്യും? അതിന് മാത്രം എന്താണ് ഉണ്ടായത് മോളെ? ബുദ്ധിമുട്ട് ആർക്കാണ് ഇല്ലാത്തത്? എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. എല്ലാന്നും നമ്മുടെ അടുത്ത് പറയണില്ലെന്നാവുള്ളൂ. ഞങ്ങൾക്കും പൈസക്ക് ആവശ്യമൊക്കെ ഉണ്ട്. പിന്നെ അമ്മനെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്ത് പലതും പറയണില്ലെന്നാവുള്ളൂ. നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് പെട്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തു തരാനായിട്ട് ഇതൊക്കെ പത്രമൊക്കെ റെഡിയാക്കി വെച്ചോണ്ടിരിക്കല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കല്യാണത്തിന് നിങ്ങളുടെ അവിടെ വീട്ടുകാർ ചോദിച്ച എത്രയാണ് സ്വർണം, അത് സ്വർണവും ആവശ്യത്തിനുള്ളതൊക്കെ തന്നിട്ടാണ് നിങ്ങൾ രണ്ടുപേരെയും വിട്ടത്. ഒന്നും തരാണ്ടൊന്നും ഇരുന്നിട്ടൊന്നുമില്ലല്ലോ. പെട്ടെന്ന് ഇങ്ങനെ വന്ന് നിങ്ങൾ ശത്രുക്കളുടെ പോലെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ ഇന്നലെ രാത്രി നിങ്ങൾ രണ്ടുപേരും എന്നെ വിളിച്ചതാണല്ലോ. എന്നിട്ട് പറഞ്ഞ അമ്മേ ഞങ്ങൾ ഇന്നിങ്ങനെ വരും, ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് പറഞ്ഞ. വെറുതെ അങ്ങോട്ട് കയറി വന്നിട്ടുണ്ടോ അമ്മേ ഞങ്ങൾക്ക് ഭാഗം വെപ്പ് വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ് ഞാൻ? അത് പിന്നെ നേരിട്ട് വന്നിട്ട് പറയാല എന്ന് വിചാരിച്ചിട്ടാണ്. വെറുതെ എന്തിനാണ് ഇങ്ങനെ ഫോണിൽ കൂടെയൊക്കെ പറഞ്ഞിട്ട് എന്തിട്ടാണ് കാര്യം? മനുഷ്യ, ഇവരോട് എന്തെങ്കിലും ഒന്ന് പറ. ഞാൻ തന്നെ നിന്നോട് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമില്ല. എനിക്ക് പയ്യെ ഈ 2 സാധനങ്ങളെയും എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റൂല. ഇവിടെ ഉണ്ടായിരുന്നപ്പോഴേ ഇങ്ങനെ തന്നെ ഇരുന്നു. കണ്ടു കഴിഞ്ഞാൽ കീരിയും പാമ്പും പോലെ തല്ലുപിടുത്തോ അങ്കോ.
ഇപ്പൊ എന്ത് വേണം? തീരുമാനം അറിയാം. അപ്പോ എന്റെ തീരുമാനം അനുസരിച്ചിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ എന്റെ തീരുമാനം ഞാനങ്ങോട് പറയാം. അതിനു മുമ്പ് എനിക്കൊരാളെ വിളിക്കാനുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന ആള് തന്നെയാണ്. നിങ്ങൾ പക്ഷേ അത് കല്യാണം കഴിഞ്ഞപ്പോ അങ്ങോട്ട് മറന്നുപോയി. മനഃപൂർവ്വം അങ്ങോട്ട് മറന്നു. ആ ആളാ ഞാനിപ്പോ ഇങ്ങോട്ട് വിളിക്കാം. ബാക്കി കാര്യങ്ങള് വന്ന ആള് പറയും. മോളെ മോളെ ആഹാ, മോള് ഇവിടെ ഉണ്ടായിരുന്ന? ഞാനോടത്ത് മോള് ജോലിക്ക് പോയിട്ട് വന്നിട്ടുണ്ടാവൂലെന്ന്. ആ, ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. മോള് ജോലിക്ക് പോയിട്ട് വന്നിട്ടില്ലെന്നാണ് ചേച്ചിയും വിചാരിച്ചത്. അച്ഛനെന്താണ് വിളിച്ചത്? മോളെ കാണാൻ വേണ്ടി ചേച്ചിമാരൊക്കെ വന്നേക്കണം. അപ്പൊ ഇവരിക്കിപ്പ സ്വത്ത് അങ്ങാട് ഭാഗം വെച്ച് കിട്ടണം. അപ്പൊ അതിന്റെ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം അറിയാൻ വേണ്ടിയാണ് വന്നത്. എന്റെ തീരുമാനം അറിഞ്ഞിട്ടാ എന്റെ കുഞ്ഞു മക്കൾ പോകുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ആ തീരുമാനം അങ്ങാട് മോള് പറഞ്ഞേക്ക്. അതാണ് അതിന്റെ ഒരു ശരി. ചേച്ചിമാരിതും പറഞ്ഞു വരുമെന്ന് അച്ഛൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെച്ചാൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു സാധ്യത. പക്ഷെ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ലട്ടാ. എനിക്ക് തന്നെ ഇതൊരു ഷോക്കായി പോയി. എനിക്ക് 2 ചേച്ചിമാരുണ്ടെന്ന് എനിക്ക് എല്ലാവരുടെ അടുത്തും പറയാനായിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിലും എനിക്ക് 2 ചേച്ചിമാരാണെന്ന് പറയാനായിട്ട് എനിക്ക് എപ്പോഴും ഭയങ്കര സന്തോഷമായിരുന്നു. മുടി ചീകി തരാനും പൊട്ടുകുത്തി തരാനും കൈ പിടിച്ച് കൊണ്ടുപോകാനും. അല്ല, അന്ന് എൻ്റെ അടുത്ത് സ്നേഹമില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. മൂത്ത ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ എനിക്ക് കൂട്ട് രണ്ടാമത്തെ ചേച്ചി, അതായത് നീതു ചേച്ചി ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷേ ചേച്ചിയും കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് ഒറ്റപ്പെട്ടു പോലെ ആയിപ്പോയി. നിങ്ങളെന്തെങ്കിലും കാര്യത്തിന് വിളിച്ച് എൻ്റെ എന്തെങ്കിലും സങ്കടങ്ങൾ പറയാമെന്ന് വിചാരിച്ചാലും നിങ്ങളൊക്കെ വലിയ തിരക്കുള്ള ആൾക്കാർ. ഞാൻ കുറേ പ്രാവശ്യമൊക്കെ നിങ്ങളെ വിളിച്ചിട്ടുണ്ട്. നിങ്ങളെപ്പോഴൊന്നും ഫോൺ എടുക്കാൻ പോലും കൂട്ടാക്കിയിട്ടില്ല. നീ അതിന് ചെറിയ കൊച്ചൊന്നുമല്ലല്ലോ നിന്റെ കാര്യം ഇത്ര പേര് അന്വേഷിക്കാനായിട്ട്. നിനക്ക് നിന്റെ കാര്യങ്ങൾ തന്നെ ചെയ്യാനുള്ളതായില്ലേ? അത് പിന്നെ മോളെ പണിയില്ലേ? വീട്ടിൽ എന്തൊക്കെ പണിയുണ്ട്. ഇപ്പൊ തന്നെ ഇത് അത്രയും അത്യാവശ്യമായതുകൊണ്ടാണ് ഞാനും കൂടി വന്നത്. അപ്പോഴാണ് ഇവള് വിളിക്കണമെന്ന്. കല്യാണം കഴിയാത്തൊരു കൊച്ചനീത്തി വീട്ടിലുള്ളപ്പ സ്വന്തം കാര്യം മാത്രം നോക്കി സ്വത്ത് ചോദിച്ചൊക്കെ വരാന്നൊക്കെ പറഞ്ഞ ഇപ്പൊ നിങ്ങൾ വന്നെന്തിനാണ്? സ്വത്ത് ഭാഗം വെക്കാനല്ലേ? നടക്കൂലേ ചേച്ചി? 2 പേരോടും കൂടിയാണ് പറയണത്. നടക്കൂല. എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവാണ്ട്, അല്ലെങ്കിൽ എൻ്റെ കല്യാണം നടക്കാണ്ട്, അച്ഛൻ്റെ അമ്മയുടെയും കാര്യത്തിലൊക്കെ ഒരു സേഫ്റ്റി ആവാണ്ടൊന്നും സ്വത്ത് ഭാഗം വെക്കാനൊന്നും പറ്റൂല. മോളെ ചേച്ചിനോടൊക്കെ ഇങ്ങനെ പറയാൻ പാടുണ്ടോ? ഇനി അതിനു വേണ്ടി ഇവിടെ നിങ്ങൾ 2 പേരും കൂടി കയറി ഇറങ്ങണമെന്നില്ല. സ്വന്തം അനിയത്തിയുടെ കാര്യത്തിൽ ഒരു കരുതലുമില്ലാത്ത നിങ്ങൾക്ക് വേണ്ടി സ്വത്ത് ഭാഗം വെച്ച് തന്നു കഴിഞ്ഞാൽ നാളെ എൻ്റെ അച്ഛനും അമ്മയും തെരുവിലായി കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂലല്ലോ. അപ്പോ എല്ലാത്തിനും ഒന്നൊരു തീരുമാനമാകട്ടെ, എന്നിട്ട് മാത്രമാണ് സ്വത്ത് ഭാഗം വെക്കണത്. അതോർത്ത് ഇനി ചേച്ചിമാർ 2 പേരും കൂടി വരണമെന്നില്ല. അല്ലച്ചാ അമ്മേ, അച്ഛൻ്റെ തീരുമാനം തന്നെയാണ് എൻ്റെ തീരുമാനം. വെറുതെ കല്യാണം കഴിയാണ്ട് നിൽക്കണത് ഇങ്ങനെ എന്തെങ്കിലും കാണിക്കും. ഇനി മെലളി പടിയാത്തൂലേ?
ഒരു ദൈവം. ഞാൻ പോണു. ഞാനും ഇങ്ങോട്ട് വരൂ.